ചെയ്യണേ എന്നാലേ വന്നടാ കണ്ണാ വന്നടാ. ഇല്ല വന്നിട്ടില്ല. വന്ന് സ്ട്രീമേഴ്സ് പോസ്റ്റർ ഇപ്പൊ നോക്കടാ. ഒന്നുകൂടെ എടുത്ത് സെറ്റായി എടാ വന്ന് ബ്ലാക്ക് സ്ക്രീനാ വെയിറ്റ്. ഇപ്പൊ വന്ന് നോക്കിയേ. അല്ലല്ല അങ്ങോട്ടുണ്ട്. എന്താടാ ചുമ്മാ ഞാനാ ഒറിജിനൽ 720p വന്നുള്ളൂ. ലൈവ് വന്നതേ ഭാഗ്യം. ഇപ്പൊ ഓക്കെ അല്ല ബഫൊന്നും ഇല്ലല്ലോ. ആ എടാ പോവേ. ലൈവാണേ 536 കാണാണ്. സെറ്റ് എല്ലാവർക്കും കണ്ണാപ്പിയുടെ വീട്ടിലേക്ക് അതൊന്നും മാറി ഗിഫ്റ്റ് അണ്ണന്റെ ഗിഫ്റ്റ് മാസ്റ്ററിന്റെ ഗിഫ്റ്റ് ആണ് ഇത്. ഞാൻ കൈ കൊടുത്താ ഇത് ഓൾറെഡി തന്നു. ചന്ദ്ര കൊടുത്ത് ഞാൻ പിടിച്ച ചന്ദ്രനെ തന്നെ പിടിച്ചോളാം. സൈക്കോ സൈക്കോയാണ്. മുതൽക്കൂട്ടാണ്. സെറ്റല്ലേ കണബി? നീലും പറടാ. അച്ഛൻ 2 വാക്ക് കണ്ണപ്പിയുടെ. നീ എടുത്തിട്ട് പോയില്ലടാ. ചോദിക്കടാ നീ അച്ഛനോടെ. കണ്ണപ്പി നീ ചോദിക്കടാ. ബഫറിങ്ങടാ. എല്ലാരും വൈഫ് കണക്ട് ചെയ്യുന്ന ഡിസ്കൗണ്ട് ചെയ്തോ. 50,000 പേര് കണ്ടു. 50 നോ ബഫറിങ്. തുടങ്ങുന്നതിന് മുമ്പ് സെറ്റിംഗ്സിൽ 1080p ആക്കുമായിരുന്നു. ഇനി കട്ട് ചെയ്യണ്ടല്ലോ. പിന്നെ ഐശ്വര്യായിട്ട് തുടങ്ങിക്കോ. അച്ഛനമ്മ Come on. Oh, nice Karna. ഇവിടെ കുറെ സാധനം ഉണ്ട് കാണിച്ചു തരാം. കുറച്ച് വെട്ടിച്ച്
എങ്ങനെയുണ്ട്? അതെ ഇത് പൊക്കണ പരിപാടി. ഇല്ലില്ല പരിപാടി കഴിഞ്ഞു. കിട്ടുന്നുണ്ട്. ആരും മത്തിക്കൊണ്ട് പോകരുത്. ഒടിച്ചെടുത്തോണ്ട് പോയത് അതെ ഒരു സോറോടെ വാള എനിക്ക് കണക്ക് തീർക്കൊണ്ടിരിക്കും. നല്ല നോക്കി എടുത്തു. ചൂണ്ടിയാട്ടോ ചാക്കട് സിമ്പിൾ കാണാൻ രണ്ട് വാക്ക് ഞാൻ എന്ത് പറയണ നിങ്ങളൊക്കെ വന്നില്ലേ? അത് തന്നെയല്ലേ ഇതെന്താ പരിപാടി? അത് കഴിഞ്ഞ ഞാനെന്താ പരിപാടി? ഒരു 10 രൂപ മുട്ടായെങ്കിലും. അപ്പൊ സ്കാമും കൂടി. എന്താണ് ബോബെ പറയാനുള്ള? ഒരു രക്ഷയില്ല. വെൽ ക്ലാസ്. അല്ല ഞാൻ പറയാം കുറച്ചുകൂടെ ബാക്കിലോട്ടെ വീതി ഉണ്ടെന്ന് വിചാരിച്ചാൽ. അണ്ണു വരുന്നതേ ഉള്ളൂ ഗൈസ്, അണ്ണു വരുന്നതേ ഉള്ളൂ. ഇവിടെ ജനലായിരുന്നു. ഇതാണ് എന്റെ സ്ട്രീമിന്റെ ബാക്ക്ഗ്രൗണ്ട് ജനല്. നീല കർട്ടൻ, 6 വർഷത്തെ നീല കർട്ടൻ. ഇത് കത്തിക്കട്ടെ, ഇത് സംഭവം രണ്ടോണേ. ഇതില് മറ്റേ പുക വേറെ സാധനമുണ്ട്. അത് തൊട്ട് തൊടിയിച്ച് വെച്ചിരിക്കും. ഒരു സാധനം കൊണ്ടുപോണേ. ആണോ കുഴപ്പമില്ല. അത് നീ എനിക്ക് തന്നാ മതി. ഫ്ലെക്സ് കാണിക്കാൻ വെളിയിലത്തെ പക്ഷെ കുറച്ച് നേരത്തെ ഇട്ടാലും ചെണ്ടമേളക്കാരെ കൂടെ കാണിക്കായിരുന്നല്ലേ? ചെണ്ടമേള ബോബായി അറേഞ്ച് ചെയ്യണേ. ബോബായി ഇന്ന് രാവിലെ ബോബായി ഇത്രയും പേരുള്ളതുകൊണ്ടാണോ? അല്ലല്ല ഗ്യാസ് ഗ്യാസില്ല. ഫേക്ക് എ സി. മോഡിഫൈഡ് ഫാൻ. ഫ്ലെക്സ് ഉണ്ട് വെളിയില, ഞാൻ കാണിച്ചു തരാം. ഇത് ചന്ദ്രന്റെ എല്ലാത്തിനും കണക്കൊക്കെ ഉണ്ടേ. ഓ പിന്നെ ക്ലാരിറ്റി
കാരണം നീ ഇട്ടേക്കുന്നത് 720p-ലാണ്. 720p ആണ്. അലക്സ് ഒന്നുമില്ല ഗൈസ്. സ്പെക്ക് പറയൂ. സ്പെക്ക് ഇവിടെ ഓക്കെ സ്പെക്ക് പറയാം. Ryzen 7 9850 X3D 64GB RAM 5080 MSI Liquid Supreme SoC. പക്ഷെ എല്ലാം കൂടെ പറയുന്നത് കൺഫ്യൂഷൻ 1TB SSD ഉണ്ട്. 1200 വാട്ടിന്റെ പവർ സപ്ലൈ. പിന്നെ സ്ട്രിമർ കേബിൾസ് എല്ലാം ഉണ്ട്. ലിയൻലിയുടെ ഫാൻസ് ആണ് എല്ലാവരും യൂസ് ചെയ്തേക്കുന്നത്. ലിയൻലിയുടെ എല്ലാം വയർലെസ് സ്ട്രിമർ കേബിൾസ് പിന്നെ ലിക്വിഡ് കൂടെ എല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം കൂടെ ക്ലോസ് ടു 5 lakhs. ഈസി. കൊച്ചുവിന്റെ കൈ പിടിച്ചോ. കഴിക്കാൻ പറഞ്ഞു. ഷുഗർ പോറ സൈബർ അറ്റാക്ക് ചെയ്ത ഓക്കെ നമുക്ക് ഇനി ഓരോ ആൾക്കാരെ വെച്ച് പരിചയപ്പെടാം. കെവിൻ, ലോങ് ഡേയ്സ് ബിഫോർ കെവിൻ നമ്മളെ കണ്ടുകൂട്ടി. എന്താണ് കെവിൻ റൂമിനെ കുറിച്ച് പറഞ്ഞുള്ളത്? അടിപൊളി ആയിട്ടുള്ള റൂം, കൊള്ളാം, നല്ല രസമുണ്ട്. സൂപ്പർ റൂം, സൂപ്പർ. ഞാനും ഇതേളൊക്കെ പണിയുന്നുണ്ട് 10 വർഷം കഴിഞ്ഞ്. എത്ര? 8 വർഷം കഴിഞ്ഞ? 10 വർഷം. അതായത് ജൂഡ് വിളിച്ചിട്ടോടാ നമ്മളെ ചെറുക്കന്മാരെ അവിടെ പറ. ചന്ദ്ര എങ്ങനെയുണ്ട്? PC കാണിച്ചു തരാം. മോണിറ്റർ ഒരു രക്ഷയില്ലടാ. ഇത് ഡീസലറിന് മേക്കാം. ചന്ദ്രു ടിവിയിൽ 2 പേർക്ക് വിളിക്കും ഗ്രാഫിക്സ് കാർഡ്. ഒന്ന് ചന്ദ്രുവിന് ഒന്നില്ല. സുപ്രീം ലിക്വിഡ് SoC. നോക്ക് ചന്ദ്രന് സെയിം. ചന്ദ്രു വെർട്ടിക്കൽ കൊണ്ട് ചീവയിലെ 2 പീസ്, ഒന്ന് കണ്ണാപ്പിക്കും ഒന്ന് ചന്ദ്രനും, ചന്ദ്രബോസിനും. ഭക്ഷണം കഴിഞ്ഞാൽ ടോപ്പ് പീസ് എല്ലാം നോട്ടം. ഇത് ഒരെണ്ണം കുറേ അറിയില്ലോ. ഇതൊക്കെ എന്ത് തോന്നിയ ഇത് ഇതെങ്ങനെ ഞാൻ കണ്ടനിമാ നെസ്കോ. ഡീമൺ സ്ലെയർ. ഇതാരെന്നറിയോ? ഒറ്റ വയറ് കാണാനുണ്ട്. നോക്കിയാ ഞാൻ കേബിൾ മാനേജ് നോക്കി ഒറ്റ വയറ് കാണാനുണ്ടോ? അത് സക്കീർ അല്ലേ ചെയ്തത്? സക്കീർ ക്ലീൻ ഗൈസ്, നോക്ക് സക്കീർ ചെയ്തത് ഫുൾ ക്ലീൻ സാധനം. കാര്യങ്ങളെല്ലാം കാണാൻ പറ. എല്ലാരും കാണാം. നമ്മൾ അതിനുണ്ട്
സ്പെക്സ് പറയാം. ആ ഇവിടെ അടാ അപ്പ ബാക്കുകള്. അപ്പൊ നീയേ അവിടെ ഉള്ള മന്ദാരമ്മമാരെ ഇങ്ങോട്ട് വിളിച്ചു. ഫ്ലെക്സ് ഒന്ന് കണ്ടിട്ട് കാണിച്ചിട്ടാ. ഇതാണ് ഫ്ലെക്സ്. കണ്ട പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സും വെച്ച് ഓക്കെ ഗൈസ്. ഡൗട്ട് ആണ് ഞാൻ പറഞ്ഞുതരാം. Ryzen 7 9850X 3D, പിന്നെ ഗ്രാഫിക്സ് റാം വന്നിട്ട് 64 GB. ഓക്കെ ശരി, താങ്ക് യു. 64 GB റാം. ഒന്നും കൂടി പറയാം സ്പെക്സ്. Ryzen 7 9850X 3D, 32 GB CL30 റാം. ഓരോന്നും നോക്കി വേണമെങ്കിൽ പറയാം. ഡീപ് കൂളിൻ്റെ വിഷൻ ലിക്വിഡ് കൂളർ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ സുപ്രീം ലിക്വിഡ് SoC 5080 ആണ്. പിന്നെ ഇതെല്ലാം ലിയൻലിയുടെ ഫാൻസ് ആണ്, ലിയൻലിയുടെ വയർലെസ് ഫാൻസ് ആണ്. ലിയൻലിയുടെ സ്ട്രിമ്മർ കേബിൾസും ഉണ്ട്. സൂപ്പർ പവറിൻ്റെ പവർ സപ്ലൈയും അപ്പുറത്തുണ്ട്. പവർ സപ്ലൈ എത്രയാണ് വരുന്നത്? 1200 കറക്റ്റ് 1200 ആണ് നോക്കുന്നത്. ക്യാബിനറ്റ് സൂപ്പർനോവയുടെ ടാഗ് സൂപ്പർനോവ എന്ന് പറയുന്ന കേസിൻ്റെയാണ്. ഓക്കെ, നമുക്കിനി മോണിറ്ററിലോട്ട് പോവാം. ഏറ്റവും കിടില ഗൈസ്, ഇത് നിങ്ങൾ ഇവിടെ വന്ന് കാണണം, ഒരു കിടിലാണ്. ഓക്കെ, മോണിറ്ററിനെ ഇത് LGയുടെ അൾട്രാ ഗിയർ ലൈക്ക് 1440p 480 ഹെർട്സിൻ്റെ മോണിറ്ററാണ്. OLED. ക്ലോസ് ടു 85K സംതിങ്. ഇത് കറക്റ്റ്. പിന്നെ ഗൈസ് PS5 ആണ്. PS5 ഇവിടെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻലി ഈ ഒരു ഭാഗത്താണ് വരുന്നത്. PS5 TV, ഹോം തിയേറ്റർ ഇവിടെ ആയിരിക്കും PS5 വരുന്നതുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു സെക്ഷനാണ്, ഇതൊരു ഒന്നൊന്നര സെക്ഷൻ കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, നേരത്തെ ഇവിടെ അത്ര ആൾക്കാരിരിക്കണോണ്ട് കാണാൻ പറ്റിയില്ല. സോ ഇതാണ്. അല്ല വേണ്ട ആ നീ ടുബോർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സൈക്കോന്ന് ചോദിക്കുന്നുണ്ട്. സൈക്കോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മലയാളം എന്താണ് മൊത്തം ഗെയിമിങ്ങിനെ പറ്റി, സ്പെക്കിനെ പറ്റിയൊക്കെ? ശരിക്കും ക്ലീനും ഭയങ്കര മിനിമലും ആയിട്ടുള്ളൊരു പക്ഷേ ഒരു ശാന്ത സ്പേസ്. അല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്താലാണ് അതിന്റെ സുഖം. ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റേ ഈ ഡോറിനാലിലൊക്കെ ഒരു വട്ടം പിടിച്ചെന്ന് വെച്ചോ, ഒരു പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അഴുക്കറിഞ്ഞാൽ കൈ ഉള്ളു കഴുകി, എന്നിട്ട് ഡോറിന്റെ പിടി പോയി കണ്ടി പിടിക്കണ്ടേ, ഞാൻ അടുത്താൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യും. അവര് തുറക്കുമ്പോൾ ഞാൻ പിടിക്കാൻ കിടക്കും. ശരിക്കുണ്ട്. അത് അസുഖം അതാ ഞാൻ മാനേജ് ചെയ്താ പോകുന്നത്. എനിക്കതൊരു കുറവായിട്ട് തോന്നിട്ടില്ല. ഈ ടുബോറിലുണ്ട് ടുബോറിന് OCD അല്ല, എന്തറിയാ ഇതിന്റെ ഇവിടെ പകുതിരിക്കുന്ന സാധനം വാസം ഉണ്ടെന്ന് അടിച്ചാണ് ഈ കാറൊക്കെ വാസം ഉണ്ടോന്ന് അടിച്ചോണ്ട് അണ്ണൻ വെളിയിലുണ്ട്. ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ആക്ഷൻ ഫിഗർ കളക്ഷൻ. ഇത് പ്ലേ ബട്ടൺ ഇത്രയും നാള് ഇതാക്കിയിട്ടും മൈക്കിന് എന്തുറ്റി കേൾക്കുന്നില്ല, മൈക്ക് കേൾക്കുന്നില്ല. പക്ഷേ ഫാനിന്റെ ശബ്ദം ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഇതാണ് കണ്ട ഇത് ഫുൾ ആക്ഷൻ ഫിഗർ കളക്ഷൻ കണ്ട. ഏത്
അല്ലല്ല, രണ്ടാമത്തെ സീരീസ് തൊട്ട് ചെറുതാക്കി തുടങ്ങി. ഇതാണ് കേസ്. ഇത് അതുപോലെ തന്നെ തീറ്റ 24 മണിക്കൂർ തീറ്റ. ദിസ് ഈസ് PC, ഒരു 1 പീസ് ബിൽഡ് പോലെ സുപ്രീം ലിക്വിഡ് SOC 58 സുപ്രീം. ആ പിന്നെ അതുപോലെ തന്നെ ഈ സൗണ്ട് സിസ്റ്റം ആണ് ഞാൻ വെച്ചത്. വാസോണ്ടതിൻ്റെ അപ്പുറം ഒരു സാധനമാണ് എനിക്ക് കൊണ്ട് തന്നേക്കുന്നത് 5.1. എടി നിന്നെ എല്ലാവരും ചോദിക്കുന്നത് വാ ഇങ്ങോട്ട് വാ ദ്രവു. ഒരു ലൈവാണ് ഒരു ആയി പറയാം. സുഖാണെന്ന് ചോദിക്കാം. ആണല്ലേ. ഇതാണ് ദ്രൗപദി. ചാറ്റിലൊക്കെ വരത്തില്ലേ കൊച്ച്. ഓ നിമ്മോ ടുബോർ GF എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. സത്യമാണോ? അല്ല, ടുബോർ സിംഗിളാണ് കേസ്. ടുബോർ സിംഗിളാണ്. ഏതെങ്കിലും പെമ്പിള്ളേർക്ക് താല്പര്യം ആണല്ലേ? എടാ പേടിത്താണല്ലോ. നിമ്മോ അടുത്തിലേക്ക് ഇപ്പൊ പറഞ്ഞത് സിംഗിളാണ്. പ്ലസ് നമുക്ക് ഈ സ്ട്രീം ഒരു 10 അരമണിക്കൂറിൽ നിർത്തണമെന്നാണ്. ലോങ് ആക്കാൻ വയ്യ ഒത്തിരി. ഹലോ കൊടവേറാണേലും ഇനി നമ്മൾ സ്ട്രീമിലൊരു തോന്നിയ ദിവസമൊക്കെ തുടങ്ങും. സ്ട്രീം ഡെക്ക് മേടിച്ചു. ഒറ്റ ഞെക്കിൽ പല തോന്നിയ ദിവസങ്ങൾ സ്ക്രീനിൽ വരും. അതൊന്ന് സ്ക്രീൻ. ഇത് മെന്യണ്ടേന്നാണ് ഞാൻ ഈ മോണിറ്റർ എടുത്തത്. LG അൾട്രാ ഗിയർ OLED. ഈ മോണിറ്റർ 480 Hz ആണ്. 480 Hz മോണിറ്ററാണ് വരുന്നത്. ഇതെൻ്റെ നേരത്തെ സെക്കൻഡ് മോണിറ്റർ. പിന്നെ PSI ട്രിപ്പുണ്ട്. പിന്നെ ഇത് റൂം ഫുൾ അലക്സ കൺട്രോൾഡ് ആണ്. അലക്സ ടേൺ ഓഫ് ബെഡ്റൂം ലൈറ്റ്. ഓഫായി. പിന്നെ എന്ത് അല്ല അങ്ങനെ AC ഒന്നും കണക്റ്റഡ് അല്ല. AC കണക്റ്റഡ് അല്ല. അലക്സ ടേൺ ഓൺ ബെഡ്റൂം ലൈറ്റ്. അളി എന്താ അളിയാ ഇത്? വീഡിയോ എടുത്ത് കഴിയട്ടെ അളിയാ. കള്ളമാര് അളിയാ വെക്കടാ അളിയാ. അളി ഇതിനൊക്കെ ഒരു എണ്ണ ഉള്ള അളിയാ. അത് സത്യമാണെങ്കിൽ ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പ്രശ്നമില്ല. നമുക്ക് PC ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇനി ഫോട്ടോയും കൂടെ ഉള്ളു. ഞാൻ 2-3 ഫോട്ടോ നമുക്ക് എടുക്കാം. ജീവിലെല്ലാവരും ഒന്ന് വിളിച്ചാൽ ഫോട്ടോ എടുക്കാനാന്ന് പറയാം. എടുക്കാടാ. എല്ലാവരും ഒന്ന് വിളിച്ചാൽ ഫോട്ടോ എടുക്കാനെന്ന് പറയാം. സോ വയർ മാനേജർ എന്നുള്ള രീതിയിൽ സക്കീറിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും റൂം ഇഷ്ടപ്പെട്ടോ? വെളിയെടുക്കാം. ആ ഇതാ ഇപ്പോൾ വരാം. 5 മിനിറ്റ് ഇപ്പോൾ. അല്ലടാ അവിടെ വെളിയിൽ നിന്ന് എടുക്കാന്ന് പറയാം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇട്ട് വരാം. നെറ്റ് കേട്ടോ. ഇത് ടോർക്കി, ഇത് ഡീമൻ, ഇത് സെക്കൻഡ്, ഇത് സെക്കൻഡ്, ഇത് ക്യാമറമാൻ, ഇത് സക്കീർ, കുറുപ്പ്, you bro, snipe, you bro, hi bro, you bro, മന്ദാരം, നീലകണ്ഠൻ, ഹായ് പറയൂ. സ്റ്റാലിൻ. എങ്ങനെയുണ്ടാ റൂം? എങ്ങനെയുണ്ടാ? എടാ അങ്ങനെ പറയല്ലേ. ഓണസ്റ്റ് ആയിട്ട് റിവ്യൂ പറ. എന്താ തല്ലു അവനെ തല്ലു. IG-ലോ? ആരാണ്? സ്നൈപ്പിനാണോ? ആരാണ് IG-ൽ? ആരാണ്? ബാൻ IG-ൽ നീലൻ. അവൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ്. അവൻ വരുന്നതില്ല, കണ്ടില്ലേ? വിളിച്ചിട്ടൂടി വരുന്നില്ല അവൻ. കണ്ട വയസ്സ് ചുമ്മാ കണ്ട അവൻ വിളിയാ കേൾക്കുന്നുണ്ട് അവൻ. ബാൻ മാറിയെന്നാ. നന്നായി. ഓക്സ് വന്നിട്ടുണ്ട് പക്ഷെ ഫ്രെയിമിലോട്ട് വരുന്നില്ല. സ്റ്റാലിൻ എന്താണ് പറയാനുള്ളത്? എന്താണ്
എന്താണ് ഇതായിരുന്നു മനസ്സിലായോ ഗൈസ് നിങ്ങൾക്ക്? ഇതായിരുന്നു പറയൂ. ഹലോ ഒരായ പറഞ്ഞോ. സബ്ബൂഫറിന് പോലും ഇത്ര പാസില്ല. ഷൈബിനെ പറ്റി എന്താ പറയണ? പറ ഷൈബ്. മൊത്തം നമ്മളെ മന്ദാരം. ഇതായിരുന്നു ഗൈസ് പറയോ? ഗൈസ് ഇതായിരുന്നു പറയോ? ഗൈസ് ഇതായിരുന്നു പറയോ? ഗൈസ് ഇത് ആരെന്ന് പറയാ? ഗസ് നോക്കട്ടെ. ഇതാരാന്ന് പറയാ? ഓക്സി ഒന്നും അല്ല ഇത്. ഇത് കക്കാശി, KV കക്കാശി. ഇതാണ് കണ്ണാപ്പി. നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്തിട്ടില്ലേ? ഇതിൽ എത്രയും ഞാൻ തൽക്കാലത്തേക്ക് ലൈവ് ഞാൻ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാം. നിമ്മു നോക്കത്തില്ലേ ലൈവ്? അപ്പൊ പോയി കോള് വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മൈക്ക് പോവാം. അപ്പം മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൈ പിടിക്കും, ഒറ്റയ്ക്ക് കണ്ടുപിടി. കമ്പനിയോട് നിമ്മുന് ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് വുമൺ. എന്താണ് കണ്ണാപ്പിക്ക് ഈ കുട്ടിയുടെ അടുത്ത് ഭയങ്കര ഇളക്കം ഗൈസ്? സ്ഥലമല്ല കിടക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും കണക്കൊക്കെ ഉണ്ടേ. സോ ഗൈസ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. സോ ലെറ്റ്സ് ഫോളോ ദം ഗൈസ്. ഒന്ന് പോവോ? ഇതേതാണ് ഈ പെണ്ണ്? നീ ഇതാണ് ഉണ്ണിക്കുട്ടൻ, കണ്ണാപ്പീസ് ബ്രദർ. ഇവിടെ ക്യാമറ വരുന്നുണ്ട്. ഇത് കണ്ണാപ്പിന്റെ സുഹൃത്ത്, ഉറ്റ സുഹൃത്തായ അനന്തു. അവന്റെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അവനുള്ളത് കണ്ണാപ്പിന്റെ ഫ്രണ്ടാണ്. അവരുടെ ഒരു കുറവ്, വേറെ കുറവൊന്നും അവനിൽ കാണുന്നില്ല. സിബിയുടെ ഒരു കുറവ് കണ്ണാപ്പിന്റെ ഫ്രണ്ടാണ്. ഇത് കണ്ണാപ്പിയുടെ അമ്മുമ്മ 2 വാക്ക് പറഞ്ഞേ. കണ്ണാപ്പിനെ പറ്റി 2 വാക്ക് പറയാം അമ്മ. ആ 23 വയസ്സ് വരെ പിരിഞ്ഞിട്ടില്ല. ഇതുവരെ കണ്ണാപ്പി കുഞ്ഞിലൊക്കെ എങ്ങനെയായിരുന്നു? ആണോ? ആണോ? വികൃതിയായിരുന്നോ? ആ സൈക്കോ. ബൈ. അമ്മമ്മ ഇവനെ പറ്റി എന്താ പറയാനുള്ളത്? ഉണ്ണിക്കുട്ടൻ അതാരാ? ആരോ വന്നിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല. ബഫ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ണാപ്പി ഞാൻ തന്നിട്ട് പോവേ. വൈഫൈ പോൺ ശരിയാ, പാവം പിള്ളേര് പറയുന്നുണ്ട്. ബ്രോ ഷെൽബി ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ബോയ് വേണ്ട, താങ്ക് യു സോ മച്ച് ബ്രോ.
ഫുഡൊക്കെ എങ്ങനെയുണ്ട് എന്നെ സൂര്യനാരായണ ലൈവ് ആണ് ഇപ്പോഴും സ്റ്റിൽ ലൈവ്. എടാ ഇത് ബൊഫേ ആണ്, ഇത് ബീഫ്, ഇത് പത്തിരി, സ്കാനർ. അതെ ഇതിപ്പം ഫ്രൈഡ് റൈസും ബീഫും 180. ഫുഡൊക്കെ ആ ഇവ വെളുപ്പിന് 4 മണി തൊട്ട് തുടങ്ങിയതാ. ഞാനും അച്ഛനും അമ്മയും കൂടെ തേങ്ങയൊക്കെ ചിരവാനായിട്ട്. ഇത് കേക്കും എന്തെങ്കിലും ഉപകാരമുണ്ടോ? എന്തെങ്കിലും ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്നറിയോ അച്ഛന്? കൊറേ കാര്യങ്ങളാ. അച്ഛാ ചിക്കൻ ഫ്രൈ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. ഏട്ടാ ഫുഡൊക്കെ എങ്ങനെയുണ്ട് അണ്ണാ? ഇത് ബൊഫേ അണ്ണാ, കപ്പ, മീന് എല്ലാം ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ അണ്ണാ ഇച്ചിരി സലാഡ് ഇട്ട് കൊടുത്ത അണ്ണനെ ആണല്ലേ? ഐസ്ക്രീമും ഉണ്ട്. ഐസ്ക്രീമിന്റെ പേയ്മെന്റ് എത്ര? ആ അല്ല ഇവിടെ എങ്ങോ സ്റ്റേ ഇല്ല. ഇവിടെ സ്റ്റേ ഇല്ല. ഇവിടെ പെർ റൂമിന് 4000 രൂപ. എന്നാ വരാ റെഡിയാ? അണ്ണ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അണ്ണാ. ഈ ചുമ്മാ സ്പാം ചെയ്യല്ലേ. ബോസണ്ണൻ എവിടെ? ബോസണ്ണൻ എവിടെ? കണ്ടത്തിലെന്തോ ഇപ്പൊ ഉണ്ട്. പിന്നെ അവിടെ പശുവിനെ നോക്കിപ്പോണ്ട്. കണ്ണേ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ആ സൂര്യനാരായണ എണീക്കണേ. ഇട് അച്ഛാ ഇട്. ബീഫ് ചിക്കൻ എല്ലാം ഉണ്ട്. ഇല്ല കുറച്ച് മോര് കൂട്ടി. നീ ഒറ്റ എടുത്തോളം അച്ഛൻ 10 കിലോ അരി എക്സ്ട്രാ ഇട്ടത്. അത് നീ ചിന്തിക്കണം. നീ ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ട് അത് മുടിവെട്ട് കടയായിരുന്നു. എല്ലാരും പറഞ്ഞു അങ്ങനെ ഒരു ഷോപ്പ് ഇപ്പൊ അവിടെ ഇല്ലെന്ന്. നമ്മുടെ ലൈവാണ് സത്യം. അതിപ്പോ മുടിവെട്ട് കടയാ അവിടെ ആളില്ലെന്ന്. അതിന്റെ സത്യം എനിക്കറിയണം. കാരണം എന്നെ കൊണ്ട് ഇനാഗുറേഷൻ ചെയ്യിപ്പിച്ചിട്ട് മുടിവെട്ടടെ ഏത് വിറ്റ് കട വിറ്റ് ഞാൻ നീ തന്നെ ഒപ്പിച്ചു. കണ്ണന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ബില്ലുണ്ട്. സ്കാനറായിട്ട് ഇപ്പൊ മൊബൈൽ നിൽക്കുന്നുണ്ടില്ലേ? അണ്ണൊന്നും അറിയാത്തോലേക്ക് ബില്ലില്ലെന്ന് വിചാരിച്ചു. നമ്മളെ ഈ കോംപ്ലിമെന്ററി ആയിട്ട് സാധനമുണ്ട് ബില്ല്. ചോദിക്കാതെ ഏക സാധനം. ഒരിക്കലും ആ ഇന്ന് തന്നെ. അപ്പൊ ആ റൂമില് നിങ്ങളുടെ ഹാളി വെച്ച് തരാം. ഇത് ഞാൻ റൂമിലോട്ട് വെക്കും. ഒന്ന് വിളിച്ചോണ്ട് വരും. സമാധാനമില്ല. വെളിയിലോ കണ്ടത്തിലോ എന്തൊക്കെ ഉണ്ട്. അവൻ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൻ അവിടെ തെങ്ങിന്റെ മുട്ടിയിരുന്ന് മെസ്സേജ് അതാതില്ലേ ആള് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോഴും. എല്ലാരും എന്റെ ഓറ കൂടട്ടെ നിങ്ങളൊന്ന് മെസ്സേജ് ശല്യം കേട്ടാ. അണ്ണു ഗൈസ് അണ്ണു വന്നോണ്ടിരിക്കുന്നേ ഉള്ളു. അണ്ണാ ഞാൻ ഇത് നോർമൽ സൂപ്പല്ല, റം സോക്ക് ചെയ്ത സൂപ്പാ. മറ്റേ ഈ ബെർസലി എന്താ എന്റെ പേര് വെർമസലി എടാ നീ ഒന്നുണ്ടാക്കി വെർമസലിയില് റം സോക്ക് ചെയ്തിട്ട് ഉള്ള സൂപ്പ്. നീ എടുത്ത് സംസാരിക്കും, ഞാൻ ഇങ്ങനെ സംസാരിക്കാനാ?
കൊണ്ടുപോകാം അതൊക്കെ അതിനെ കൊണ്ടുപോയി തിരിച്ചാക്കുകയും ചെയ്യാം. കുഴപ്പമില്ല. ബാലനൊക്കെ ഉണ്ട്. ബാലന് ബാബു ഷെട്ട്, ശരത്തേട്ടന്, അമ്പത്തൂര് ഇവരൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. അണ്ണാ അച്ഛാ അണ്ണാ